Hello, hello, pagtasyo, may ko ay tira. May konay. ഞാനിങ്ങനെ മൈക്കോണാക്കിയത് നിങ്ങൾക്ക് കാണാമോ? കാണില്ലല്ലേ? കാണിക്കാം. സോ അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെ. ഞാൻ ഇന്ന് ശകലം നേരത്തെയാണ്, പക്ഷെ എനിക്ക് നേരത്തെ എത്തണം. എനിക്ക് 9 മണിയാകുമ്പോൾ എത്തണം, അതുകൊണ്ടാണ് നേരത്തെ. പക്ഷേ നമ്മളിപ്പോൾ 8:30 കാലിയെങ്കിലും ഇറങ്ങുമായിരുന്നു, ഇച്ചിരി ബഫർ ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി, അതുകൊണ്ട് ആ ബഫർ ടൈം അങ്ങ് പോയി കിട്ടി. ഇനി പട്ടപ്പട്ടേന്ന് പോകും. പട്ടപ്പട്ടേന്ന് പോയാൽ പട്ടപ്പട്ടേന്ന് അവിടെ എത്താൻ പറ്റുള്ളൂ. 9 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. വലിയ വലിയ ആൾക്കാർക്ക് അങ്ങനെയാണ്, 9 മണിക്ക് മീറ്റിംഗ് ആയിക്കോളും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 മണിക്ക് കറക്റ്റ് എത്തണം. അതിനാണ് 9 മണിക്കുള്ള മീറ്റിംഗ്. വാട്ടവർ നമ്മൾ പോവുക, സാറ്റർഡേയിലാണല്ലോ പോവുക. അതുകൊണ്ട് നമ്മളെത്താം. 9 മണിക്ക് തന്നെ എന്തായാലും എത്തും. ഇവിടെ നിന്ന് അവിടെ വരെ എത്താം. ഈ വഴി പോവുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് മതി. പക്ഷേ ഈ 8:30 പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ഉണ്ടാവും. അതൊരു മെനകെട്ട സമയമാണ് 8:30. 8:30 മുന്നേയും കുഴപ്പമില്ല, 8:30 ശേഷവും കുഴപ്പമില്ല, നല്ല ട്രാഫിക്. പക്ഷേ 8:30 ആകുമ്പോൾ നല്ല ട്രാഫിക് കിട്ടുക. 8:30 മുന്നേ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു 8:10, 8:15 ആ ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ ട്രാഫിക് ഇല്ലാണ്ട് അങ്ങെത്താം. ഓഫ് പടച്ചവൻ കാത്തു. അവിടെ എത്തിയപ്പം സിഗ്നൽ, യെസ് വി ആർ ഗ്രീൻ സിഗ്നൽ ടു ഗോ. എന്താ ഈ ഉള്ളി നിറച്ച് പ്ലാസ്റ്റിക്കാണ്, കുട്ടികളിരിക്കണം. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവർ വേസ്റ്റ് എവിടെ കൊണ്ട് സംസാരിക്കുന്നത്. കൊച്ചിയിൽ കണ്ടതാണല്ലോ, ഞാനുണ്ടായിരുന്നു ആ ഒരു സമയത്ത് 2023 ആ പ്രശ്നം ആ ഫുള്ള് കത്തിയ സമയത്ത്. അതൊരു പ്രശ്നമാണ് ഈ സംസ്കരണം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഒമാനിൽ നിന്ന സമയത്ത് അവർ മരുഭൂമിയിലായിരിക്കും കൊണ്ടുപോയി തള്ളണം. അത് കഴിഞ്ഞാൽ അവർക്ക് ഇനി വേറെ സംസ്കരണ പ്ലാന്റ് ഉണ്ടോ എന്തോ. പക്ഷെ ഇത് സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കാണ്ട്, ഇത് രാജ്യത്തിൻ്റെ ഒരു കാര്യമായിട്ട് ഏറ്റെടുത്ത് രാജ്യത്ത് എല്ലായിടത്തും ഒരു ഇതാക്കിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു 4-5 അപ്ഡേറ്റ് പോലെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തുനിന്ന് വല്ല എനർജിയോ വേറെ എന്തെങ്കിലും അതിനകത്തുനിന്ന് പുതിയ പറ്റുന്ന പ്രൊഡക്ട്സോ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഇത്രയും വളർന്ന സ്ഥിതിക്ക് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും, അതിനകത്തുനിന്ന് എന്തെല്ലാം വാണിജ്യ സാധ്യതകൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ സിസ്റ്റം ശരിയല്ല. നമ്മളെ സിസ്റ്റം ഇങ്ങനെ ആണ് തുടങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് കൈയിട്ട് വരും. സിസ്റ്റം ശരിയല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നും മറ്റേ തിന്നത്തുമില്ല തീറ്റിക്കത്തുമില്ല എന്ന് പറയണ അവസ്ഥ. സിസ്റ്റം ആണ് പ്രശ്നം. ആട്ടവർ നമ്മൾ ഈ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് വല്ല കാര്യമില്ല. എല്ലാവരും പറയും ഈ വോട്ട് ചെയ്യണം, അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ പൊളിറ്റിക്സ് ഉണ്ടായിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഓക്കെ പൊളിറ്റിക്സ് ഇല്ല, വോട്ട് ചെയ്യണം, എന്താ കാര്യം? എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ വി.ഡി. സതീശൻ കേരളത്തിൽ കോൺഗ്രസ് കയറിയത്. കോൺഗ്രസിന് 10 വർഷത്തെ കുത്തക രാജവാഴ്ച. അത് കമ്മ്യൂണിസ്റ്റ് ഭരണമെന്നൊന്നും പറയില്ല, അത് രാജവാഴ്ച. അതായത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ സമയത്ത് ഇവന്മാർ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഒരു പ്രഭുത്വം. അവിടെ ഒരു ഭയങ്കര സെറ്റപ്പുള്ള ഒരു പ്രഭുത്വ കേരളമാണ്. അവിടെ ഒരു കൊറോണ പോലൊരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സിസ്റ്റം ഉണ്ട്. അവിടെ അതിനുള്ള സിസ്റ്റം ഉണ്ട്, അതിനുള്ള ആൾക്കാരുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അത് നമ്മൾ ഇത് ചെയ്യും. അതിപ്പോൾ ഇന്ന് ഗവൺമെൻറ് വേണമെന്നില്ല. അവിടെ നമുക്ക് എന്തോരം ഒഫീഷ്യൽസ് ഉണ്ട്, എന്തോരം ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, എന്തോരം IAS അങ്ങനെ എന്തോരം ഓഫീസേഴ്സ് ഉണ്ട്. അവരൊക്കെ വെച്ചിട്ട് അതൊക്കെ ക്ലിയർ ചെയ്യും. അല്ലാണ്ട് ഈ ഇതെന്നാ പറയാ, ഇതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടല്ലാതെ നമുക്ക് കൊറോണനെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പറയാം. എല്ലാവരും ഫൈറ്റ് ചെയ്തു, ഈ ലോകം മൊത്തം ഫൈറ്റ് ചെയ്തു. അപ്പം അതെങ്ങനെ ഒരു പാർട്ടിയുടെ ഫൈറ്റ് മാത്രമാണ്? എല്ലാവരും ഫൈറ്റ് ചെയ്തു, എല്ലാ ജനങ്ങളും ഫൈറ്റ് ചെയ്തു, ഇതെല്ലാം ചെയ്തു. അതേപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളുണ്ട്. പ്രളയം വന്നപ്പോൾ എല്ലാവരും ഫൈറ്റ് ചെയ്തു, ഓരോരുത്തരും ഫൈറ്റ് ചെയ്തു. അല്ലാണ്ട് അത് ഒരാളുടെ മാത്രം സെൻട്രിക് അല്ല. അവരവിടെ നിന്നുകൊണ്ട് അവർക്ക് ആ ക്രെഡിറ്റ് കിട്ടി എന്നേ ഉള്ളൂ. ഇപ്പൊ കോൺഗ്രസ് അവിടെ നിന്നത് കോൺഗ്രസിന് ആ ക്രെഡിറ്റ് കിട്ടും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു 10 വർഷത്തെ രാജവാഴ്ച വാങ്ങിട്ട് കേരളം ജനങ്ങൾ വെറുത്തിട്ടാണ് കോൺഗ്രസ് പോയത്. ഇനിയിപ്പം കോൺഗ്രസ് കയറി ഇനിയിപ്പോൾ
കണ്ടറിയാവുന്നവർ ഈ നല്ലതാണോ ചീത്തയാണോ, നല്ലതാണോ ചീത്തയാണെങ്കിലും പണ്ട് മുതലേ ഞാൻ ജനിച്ച് വളർന്നു പോകുമ്പോട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും സർക്കാർ മാറിയിട്ട് വേറെ സർക്കാരാവും, വീണ്ടും സർക്കാർ മാറ്റി വേറെ സർക്കാർ. ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കണം, അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നുമില്ല. വീണ്ടും ചേഞ്ച് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവർ എന്തൊക്കെ നല്ലത് ചെയ്താലും അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ചേഞ്ച് ഉണ്ടാവും, വീണ്ടും ചേഞ്ച് മാറിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു സാധനം വരണം. അങ്ങനെ ഒരു സാധനം വരുമ്പോൾ ചിലപ്പോൾ ഈ 5 കൊല്ലത്തിനിടയിൽ ഇവർ ഇതുകൊണ്ടിരിക്കണം പദ്ധതികൾ ചിലപ്പോൾ മുടങ്ങിപ്പോവുകയും അതിന് കുറച്ച് താമസം വരികയും ചെയ്യുമല്ലോ. പക്ഷെ അതങ്ങനെ വരണം. അതങ്ങനെ വന്നാലേ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, മാറിക്കൊണ്ടേയിരിക്കണം, നല്ല സന്തുലിതാവസ്ഥ ഉണ്ടാവും. അല്ലാണ്ട് പിന്നെ ഒരേ 10 കൊല്ലം കൊണ്ട് അവന്മാർ കട്ട് മുടിച്ച് കട്ട് മുടിച്ചില്ലോ അത് എനിക്കറിയില്ല. പക്ഷേ കണ്ടതാണല്ലോ, പത്രക്കാരെ കാണൂല. അവന് പോകാൻ 40 വണ്ടി, പുതിയ വണ്ടികൾ, അമേരിക്കയിൽ പോകണം ചികിത്സയ്ക്ക്. എന്തെന്നാണ് എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം അമേരിക്കയിൽ പോകണം ചികിത്സയ്ക്ക്? അപ്പം നമ്മളെ നാട് ഇവരൊക്കെ നമ്മളെ നാട്ടിൽ ഈ നമ്മളെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ അതെന്തോരം വൃത്തിയാകും. ആ മെഡിക്കൽ കോളേജ് എന്തോരം ഇത് വരും. ഇവരത്തിനാണ് നേരെ അങ്ങോട്ട് പോകണേ. നമ്മളത് കൊള്ളൂലാത്തൊന്നല്ല. അപ്പം നമ്മളത് ഈ യുവമാരെയൊക്കെ ജയിപ്പിച്ചു തന്നാൽ ജനങ്ങൾ അങ്ങോട്ട് പോകും. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയുള്ള ഈ ജനസമൂഹം നടന്ന ഒരു സിസ്റ്റത്തിലാണ്. അത് ഇനി നമുക്ക് എത്ര വോട്ടിന് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. നമ്മളെല്ലാം ഒരു സിസ്റ്റത്തിലാണ്. ഈ 5 കൊല്ലത്തിന് ഒരു ദിവസം ഓസിന് അവകാശം കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? ആ ഒറ്റ അവകാശം കിട്ടിയിട്ട് എന്ത് അനുഭവിക്കുക. പൈസ ഉള്ളതെന്ന് ജീവിക്കുക, അല്ലാണ്ട് അതിൽ വേറെ കാര്യങ്ങളൊന്നും അത്തവർ ഇതൊന്നും കെയർ ചെയ്യാൻ പോകരുത്. കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല. ഇപ്പൊ തന്നെ ഞാൻ കർണാടകയിലാണ് നയിക്കുന്നത്. ഇവിടെ ഒരു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട്, വൈദ്യുതി 200 യൂണിറ്റ് വരെ ഫ്രീ ആയിട്ട് കൊടുക്കണം. ഞാൻ പുറത്തുനിന്നുള്ള ഒരാളായിട്ടും എനിക്കത് കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്തിനാണത് ചെയ്യണം? അവർക്ക് അങ്ങനെ ചെയ്യുന്നതും ഒരു ഇതുണ്ടാവുമല്ലോ. ഞാൻ പലരും കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറേ കടത്തിലാണ്, ഇവർ ഇതുണ്ട് ഇവർ ഇതൊക്കെ കൊടുക്കണം, കുറേ പൈസ ഉറപ്പായിട്ടും അവർ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിനൊക്കെ റവന്യൂടാണ്. റവന്യൂ ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഇതിന് വരുമാനം വരണ്ടേ? വരുമാനം ഇല്ലാണ്ട് എന്താണ്? എന്തെല്ലാം ചെയ്യാം. ഈ പുസ്തക കമ്പനികൾക്ക്, പ്രൈവറ്റ് കമ്പനികൾക്ക് എഴുതി കൊടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇത് വരുമാനം ഉണ്ടാക്കാനായിട്ട് ചെയ്യാം. ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാണ്ട് എല്ലാം ആർക്കെങ്കിലുമൊക്കെ എഴുതി കൊടുത്ത് അവർ പൈസ ഉണ്ടാകുക. എന്നാൽ ഇത് ഗവൺമെന്റ് പൈസ ഉണ്ടാക്കിയാൽ ഗവൺമെന്റിന്റെ ഫണ്ടിലോട്ടാണേ പറഞ്ഞത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചുമ്മാ വീണ്ടും ടാക്സ് കൊടുത്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ കൊടുക്കുന്നുണ്ട് CGST SGST എന്ന് പറഞ്ഞിട്ട്. അത് പെട്രോൾ അടിച്ചാൽ കൊടുക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിൻ്റെ ഒക്കെ പ്രത്യേക പരിപാടി ഉണ്ടാവും അതിനകത്ത്. അല്ലാണ്ട് ഇതൊന്നും ആർക്കും ഒന്നും ചെയ്ത് നിങ്ങളെ പൈസ വെച്ചിട്ട് തന്നെയാണ് ഈ എല്ലാ പരിപാടിയും നടക്കുന്നത്. ഞാനിപ്പം പോകാം, ഈ പെട്രോൾ അടിക്കണമെങ്കിൽ പൈസ വെച്ചിട്ടാണ് എല്ലാ പരിപാടിയും നടക്കണം. ഞാൻ എന്തൊക്കെയാ പറയാം, എന്തായാലും എനിക്ക് പറയാനുള്ളതൊക്കെ തുറന്നുള്ളതായിട്ട് പറയ്ക്കെവിടെയെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ചാൽ പൊട്ടത്തരം മണ്ടത്തരം എനിക്കറിയില്ല. പറയാമല്ലോ. കേൾക്കണമെങ്കിൽ കേൾക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങൾ ഒന്നും മാറാൻ പോകില്ല. നിങ്ങൾ ആലോചിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. ഒന്നും മാറാൻ പോകില്ല. ഈ ബിസിനസ് എങ്ങോട്ട് ഇരിക്കാൻ പോകില്ല. പക്ഷെ പോവുക, സർവൈവൽ. നിങ്ങൾക്ക് സർവൈവൽ ആണ് താല്പര്യം, സർവൈവൽ ചെയ്യാം. അത്രയേ ഉള്ളൂ. സർവൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക. പക്ഷെ അത് ചുമ്മാ നോക്കണം. ഞാനിപ്പം അങ്ങനെ എക്സിറ്റ് ചെയ്യണമെന്ന് എത്രയോ നാളുകൊണ്ട് ഞാൻ 1-1.5 കൊല്ലം കൊണ്ട് ഞാൻ വിചാരിക്കാം. പക്ഷെ സമയമെടുക്കും. എല്ലാ കാര്യവും സമയമെടുത്തേ ശരിയാവുള്ളൂ. അല്ലാണ്ട് സമയമെടുക്കാണ്ട് ഒറ്റത്തവണ ശരിയാവില്ല. അത് ഞാൻ ഈ ഇടയ്ക്കൊരു കഥ കേട്ട പോലെയാണ്. ഒരു പട്ടി, അത് പിന്നെ പറയാം, പട്ടിയുടെ ആനയുടെ കഥ കേട്ട അടുത്തവണ പറയാം. ഓക്കെ ബൈ. ഞാൻ കേസ് പറഞ്ഞെടുക്കട്ടെ.